രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങൾ കേരളത്തിലെ കോൺഗ്രസിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തലത്തിൽ വരെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും UDF-ഉം വിജയം പ്രതീക്ഷിച്ചതാണ്. ഹാട്രിക് വിജയം എന്ന സ്വപ്നത്തിൽ നിന്ന് LDF-ഉം CPM-ഉം പതിയെ തിരിഞ്ഞു നടന്നു തുടങ്ങിയതാണ്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ കോൺഗ്രസിനെ തളർത്തുന്നത്. കോൺഗ്രസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് തട്ടിലാകുമ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ കലാപക്കൊടി ഉയരുന്നുണ്ട് പാർട്ടിയിൽ. മകളെ പോലെ എന്ന് VD സതീശൻ തുറന്നു സമ്മതിച്ച നടി കൊളുത്തിയ തീയിലാണ് കോൺഗ്രസ് ഈ ദിവസങ്ങളിൽ എരിയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി കോടികൾ എറിഞ്ഞ പടയൊരുക്കമാണ് കേരളത്തിൽ കോൺഗ്രസിനായി നടക്കുന്നത്. മൂന്നാം പിണറായി സർക്കാർ എന്നതിനോട് ജനം മുഖം തിരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ വിജയരഥമേറാമെന്ന ഉറച്ച പ്രതീക്ഷയിൽ നിന്നാണ് ഇപ്പോഴത്തെ പതനം എന്ന് കാണാൻ സാധിക്കും. സാമുദായിക സമവാക്യങ്ങളിൽ വന്ന മാറ്റവും BJPക്കുള്ള പ്രാമുഖ്യവും LDF-നെ താഴെയിറക്കും എന്ന പ്രതീതി പൊതുവിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി നേടിയ ഉജ്ജ്വല വിജയവും UDF-നെ ആകമാനം ബൂത്ത് തലം മുതൽ ഉണർത്തിയിട്ടുമുണ്ട്. ഈ അനുകൂലമായ സാഹചര്യങ്ങളെയെല്ലാം സതീശൻ വളർത്തുന്ന കുട്ടികൾ തകിടം മറിച്ചു എന്ന പ്രതിഷേധം UDF ഘടകകക്ഷികളിലും കോൺഗ്രസിലെ സതീശനിതര ഗ്രൂപ്പുകളിലുമുണ്ട്. കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ പുകഞ്ഞു തുടങ്ങിയ മുറുമുറുപ്പ് പരാതിയായി ഹൈക്കമാൻഡിലേക്കും എത്തുകയാണ്. കേരളം പിടിക്കാനുള്ള അനുകൂല സാഹചര്യത്തെ ഇല്ലാതാക്കി എന്നതിനൊപ്പം വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും ഉയർത്തുന്ന പ്രതിഷേധത്തിന്റെ അലയൊലി കൂടിയാണ് ഇല്ലാതാകുന്നത്. രാഹുൽ ഗാന്ധി ന്യൂനപക്ഷങ്ങൾക്കിടെ ഉണ്ടാക്കിയിട്ടുള്ള പ്രതീക്ഷകളെ UDF-ന് അനുകൂലമാക്കാം എന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൂടിയാണ് പുതിയ വിവാദത്തോടെ അവസാനിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ കേരളത്തിലെ LDF രാഹുലിന്റെ വോട്ടർ പട്ടിക വെളിപ്പെടുത്തലുകളെ പ്രചാര ആയുധമാക്കുന്നില്ല. CPM മുഖപത്രമായ ദേശാഭിമാനി വോട്ടർ പട്ടിക വിവാദത്തെ മുഖ്യ ആരോപണം ഇപ്പോൾ നേരിടുന്നുണ്ട്. രാഹുൽ മുന്നേറ്റത്തെ അനുകൂലമായി ഉപയോഗിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യത്തെ ഉപതെരഞ്ഞെടുപ്പിലൂടെ MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ തകർത്തു എന്ന വിലയിരുത്തലുകളാണ് ഇപ്പോൾ ഉയരുന്നത്. സതീഷ് ബ്രിഗേഡ് എന്ന നിലയിൽ വളർത്തിയ രണ്ടുപേരാണ് വെളിപ്പെടുത്തൽ നടത്തിയ നടിയും രാഹുൽ മാങ്കൂട്ടത്തിലും. മധ്യനിര നേതാക്കളെ എല്ലാം വെട്ടി ഈ യൂത്തിനെ മക്കളെ വളർത്തുന്ന തിരക്കിലായിരുന്നു സതീശൻ എന്നാണ് പാർട്ടിക്കുള്ളിലെ ആരോപണം. മകളെന്ന് വിശേഷിക്കപ്പെട്ട നടിയുടെ പരാതി ആദ്യം സതീശൻ അറിഞ്ഞിട്ടും പരിഹരിക്കാൻ കഴിയാതിരുന്ന സാഹചര്യമാണ് ഇപ്പോൾ തിരിഞ്ഞുകുത്തി കരിമരുന്നിന് തീപിടിച്ച അവസ്ഥയിൽ എത്തിച്ചത്. എന്നാൽ നടി പരാതി പറഞ്ഞെന്ന് സതീശൻ തന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ് വാർത്താ സമ്മേളനത്തിൽ രാഹുൽ പ്രതികരിച്ചത്. യുവ MLA-യെ തിരുത്താനും ഈ പരാതി പരിഹരിക്കാനും VD സതീശൻ എന്തു ചെയ്തു എന്ന ചോദ്യമാണ് ഇതോടെ ബാക്കിയാകുന്നത്.